രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെയും കല്യാണ സമയത്ത് സച്ചി വന്നിട്ട് ബഹളം ഉണ്ടാക്കുക. ഈ കല്യാണം ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ ഭാര്യേനെ നിങ്ങൾ അത്രമാത്രം അപമാനിച്ചു, അതുകൊണ്ട് ഞാൻ ഈ കല്യാണം നടത്താൻ സമ്മതിക്കില്ല. എന്താണേലും അമ്മ ചന്ദ്രമതി രേവതിയുടെ അടുത്ത് ക്ഷമ ചോദിക്കണം, എങ്കിൽ മാത്രമാണ് ഈ കല്യാണം ഞാൻ നടത്താൻ സമ്മതിക്കുള്ളൂ എന്നിട്ട് താലിയൊക്കെ അങ്ങ് എടുത്ത് പിടിച്ചു മേടിച്ചു കേട്ടോ. എന്നിട്ട് എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട്. രവീന്ദ്രനൊക്കെ പറഞ്ഞിട്ട് ഒന്നും ആരും പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ പറയുന്നുണ്ട്, ചന്ദ്രമതി പറയാം, നിന്റെ ഭാര്യ വന്നുകൊണ്ട് തന്നെ ഈ വീട്ടിലെ കഷ്ടകാലം തുടങ്ങിയത്, അങ്ങനെ അവൾ കാരണമാണ് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, നിന്റെ ജീവിതം തന്നെ ഇങ്ങനെ ആവാൻ കാരണം അവളാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറ്റം പറയാണ്. നീ പോലീസ് സ്റ്റേഷനായില്ലേ, നിന്റെ വണ്ടി പോയില്ലേ, അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, അതിൽ നല്ല എന്നെ രക്ഷിച്ചത് രേവതിയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി പറയാം കേട്ടോ. അപ്പോൾ രേവതിനെ കുറിച്ച് ഇങ്ങനെ സച്ചി ഇങ്ങനെ അവളുടെ നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം. പക്ഷേ എവിടെ നിന്ന് ചന്ദ്രമതി സമ്മതിക്കുന്നില്ല. അതിന് ചന്ദ്രമതി പറഞ്ഞു, മുഹൂർത്തത്തിന് സമയം, ഇനി എങ്ങനെയാണ് താലി താന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ ശ്രുതിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, നിനക്ക് താലി കെട്ടാൻ കല്യാണം കഴിക്കാൻ തിടുക്കമായെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുക. പക്ഷേ എന്നിട്ടും ഇങ്ങനെ കൊടുക്കുന്നില്ല. എന്നിട്ട് രേവതി വന്നിട്ട് സച്ചിയോട് പറയാണ്, ജീവിതത്തിൽ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുള്ളൂ, അത് നിങ്ങൾ ഇന്നായിട്ട് നശിപ്പിക്കരുത്, അതൊരു വലിയ പവിത്രമായ ഒരു നിമിഷമാണിത്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ പ്രശ്നത്തിൽ ഒരു അലങ്കോലമാക്കുന്നത്, ദേവിക്ക് മുന്നിൽ ഇങ്ങനെ പൂജിച്ചു വെച്ചിരുന്ന താലിയല്ലേ എന്നൊക്കെ ചോദിക്കുക. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ പവിത്രമായ ഒറ്റ നിമിഷമാണ്, ഇങ്ങനെ ഒരു നിമിഷം മാത്രമേ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതിക്കൊരു ഇതാവുകയാണ്. കാരണം ശ്രുതിയുടെ രണ്ടാം കല്യാണമാണല്ലോ. പക്ഷെ ആദ്യം വന്നിട്ട് സച്ചി ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ശ്രുതി അങ്ങ് ഞെട്ടും. അപ്പോൾ ശ്രുതി വിചാരിക്കുന്ന ആദ്യം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതിനെ കുറിച്ചുള്ള കാര്യം എല്ലാം സച്ചി അറിഞ്ഞു, അതിവിടെ വന്ന് പറയാനാണെന്നാണ് ശ്രുതി ആദ്യം വിചാരിക്കുന്നത്. ഇങ്ങനെ സച്ചിയുടെ വന്ന് ഒച്ചപ്പാടൊക്കെ കാണുമ്പോൾ പിന്നെയാണ് മനസ്സിലാകുന്നത് ശ്രുതിക്ക്. ശ്രുതി ഭയങ്കര ടെൻഷനായിട്ടാണ് ഇരുന്നത്. പിന്നെയാണ് മനസ്സിലാകുന്നത് അതല്ല, കാരണം ചന്ദ്രമതിയാണ് രേവതിയോട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണെന്നൊക്കെ പറയണം. ലാസ്റ്റ് അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിക്കൊരു ഇത് വരുവാണ്. സച്ചി ആ താലി അവിടെ അങ്ങ് വെക്കും കേട്ടോ. എന്നിട്ട് നിങ്ങളെന്നാ ഈ കല്യാണം നടത്തിക്കോ, ഞാനും ഇതിന് നിൽക്കണില്ല എന്ന് പറഞ്ഞിട്ട് താലി അവിടെ വെച്ചിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുകയാണ്. അവരുടെ അച്ഛമ്മ ഒന്നിച്ച് പറയും, അങ്ങനെ വേണ്ട, നീ അവിടെ നിന്ന് തോറ്റു പിന്മാറണ്ട. രേവതിയുടെ വീട്ടുകാരും എല്ലാവരും വിളിച്ച് എല്ലാവരും കൂടെ നമുക്ക് ഈ കല്യാണം നടത്താം, ചന്ദ്രമതി നടത്തണ്ട, ചന്ദ്രമതി ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവരുടെ അച്ഛമ്മ പറയാം. അപ്പം ഞാനും ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നോടല്ലേ പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങാൻ, സച്ചിയും രേവതിയും കൂടി ഈ കല്യാണം നല്ല മംഗളമായിട്ട് നടത്തും എന്ന് പറഞ്ഞിട്ട് അവരെ സ്റ്റേജിൽ കയറ്റി നിർത്തുവാണ്. അതുപോലെ തന്നെ രേവതിയുടെ വീട്ടുകാരെയും വിളിച്ച് എല്ലാവരെയും നിർത്തി. അങ്ങനെ അവരെല്ലാവരും കൂടി ആ കല്യാണമൊക്കെ നടത്തുന്നു. അവർ അമ്പലത്തിന് പ്രദക്ഷിണം വെക്കുന്നതൊക്കെ സച്ചിയുടെയും രേവതിയുടെയും ഒക്കെ ഒപ്പമാണ് ശ്രുതിയും കൂടി. അതിനുശേഷം മാലയൊക്കെ എടുത്തു കൊടുക്കുന്നത് ഇവർ തന്നെയാണ് ചെയ്തൊക്കെ കൊടുക്കുന്നത്. എല്ലാ കല്യാണം മുന്നിൽ നിന്ന് നടത്തി കൊടുക്കുന്നത് രേവതി സച്ചിയും കൂടെയാണ്. കാരണം ചന്ദ്രമതിക്ക് നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവരുടെ അച്ഛമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ. അങ്ങനെ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നവീനെ കാണിക്കുന്നുണ്ട്. നവീന് ഇങ്ങനെ ആക്സിഡൻ്റ് ആകുന്നുണ്ട്. കാരണം സച്ചിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് സച്ചി നല്ല തല്ലൊക്കെ വെച്ച് കൊടുത്തിട്ട് പോകുമ്പോൾ സച്ചി അടുത്തുനിന്ന് അവൻ രക്ഷപ്പെട്ട് ഓടിപ്പോകുമ്പോൾ ഒരു വണ്ടിയിലേക്ക് ചെന്ന് ഇടിക്കുവാണ്. വണ്ടിയിൽ ചെന്ന് മുട്ടി അവൻ്റെ ആക്സിഡൻ്റ് ആയിട്ട് അവൻ അങ്ങനെ വീഴുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇവരാരും അറിയുന്നൊന്നുമില്ല. പക്ഷെ ശ്രുതി എപ്പോൾ ഇനി സച്ചി നവീൻ ഇനി വന്നാലോ, ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ട്. ഈ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് ശ്രുതിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് ശ്രുതിനെയും കാണിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ട് കല്യാണത്തിൻ്റെ സമയത്തിന് ഇങ്ങനെ നവീൻ ആക്സിഡൻറ്റ് പറ്റിയ കാര്യമൊന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യമൊന്നും ഇവരാരും അറിയുന്നൊന്നുമില്ല. അതേസമയം ഇവിടെ ഈ അമ്പലത്തിൽ ശാന്തി പറയുന്നുണ്ട്, നിങ്ങളുടെ കല്യാണം ഉടനെ കഴിഞ്ഞതല്ലേ ഉള്ളൂ രേവതിയുടെ സച്ചിന്, അപ്പോൾ അവർക്കും ഓരോ മാലയൊക്കെ എടുത്തു കൊടുക്കുക നിങ്ങൾ ഇടാനൊക്കെ പറഞ്ഞ്. പക്ഷേ അതൊന്നും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രമതി അതിൽ ഉടക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പറയും രേവതി നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ശാന്തിയും രേവതിയെക്കുറിച്ച് പറയും. ഇവിടെ വരുന്ന എല്ലാവർക്കും രേവതിനോട് ഭയങ്കര കാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിക്ക് അതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാകുകയാണ്. സച്ചിക്കൊരു അഭിമാനം തോന്നുവാണ് ഇങ്ങനെ രേവതിയെക്കുറിച്ച് എല്ലാവരും പറയുന്ന കേൾക്കുമ്പോൾ തന്നെ. പിന്നെ ഇവരുടെ അച്ഛമ്മ പറയുന്നുണ്ട്, രേവതിനെ കണ്ടുപിടിക്കണം, ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടീനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ് സച്ചി എന്ന് പറയുന്നുണ്ട്. നീ എന്ത് പുണ്യം ചെയ്തിട്ടാണെന്ന് അറിയില്ല, എത്ര നല്ല സ്വഭാവം, അവൾക്ക് കുറച്ച് പൈസ ഇല്ലെന്നല്ലേ അന്നും പറഞ്ഞല്ലേ ഇവിടെ കുറ്റം പറയുന്നത്, അല്ലാതെ അവളുടെ സ്വഭാവം നല്ല കുട്ടിയല്ലേ അവളെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛമ്മയും അവരെക്കുറിച്ച് പറയാം. പിന്നെ ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ
സച്ചിയും ശ്രുതിയും എല്ലാവരും കൂടെ വീട്ടിലെത്തുകയാണ്. കല്യാണം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് ശ്രുതിനെ ചെറുക്കനെയും പെണ്ണിനെയും കൂടെ ഇങ്ങനെ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടി ആരതി ഒഴിക്കാൻ കൊടുക്കും. അത് ചന്ദ്രമതിയാണ് എടുത്തുകൊണ്ട് വരുന്നത്, നല്ലവളക്കൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോഴത്തേക്കും അവരുടെ അച്ഛൻ പറയും അത് രേവതിയിലേക്ക് കൊടുക്കുക, രേവതി ചെയ്തോളൂ എന്ന് പറയും. എന്നിട്ട് രേവതിയെ കൊണ്ടെല്ലാം ചെയ്യിക്കുവാണ്. ചന്ദ്രമതിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അങ്ങനെ ചന്ദ്രമതിനെ ഒന്നും ചെയ്യിക്കാതെ മാറ്റി നിർത്തുകയാണ്. ഈ കല്യാണം ഇവരെ കൊണ്ട് തന്നെ നടത്തിക്കാന്നുള്ള രീതിയിൽ. കാരണം ചന്ദ്രമതി അത്ര കുറ്റം പറഞ്ഞല്ലോ, രേവതി ചെയ്യുന്നിടത്തൊന്നും ശരിയാവണില്ല, അവൾ ചെയ്യുന്നതെല്ലാം അശുഭനമാകുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് രേവതിയെ കൊണ്ട് ഇങ്ങനെയെല്ലാം, രേവതിയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് അവരുടെ അച്ഛമ്മ പറഞ്ഞിട്ട്. ഈ പോലീസുകാരപ്പോൾ അന്വേഷിക്കുന്നുണ്ട് ഇവൻ എങ്ങനെ എന്ത് പറ്റി, അപ്പോൾ എന്തായാലും കേസൊക്കെ ആവുമല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ പറയുകയും ചെയ്തു, ഇങ്ങനെ കേസുമായി. അപ്പോൾ കേസൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ CCTVയിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ഇവൻ ഓടിയപ്പോൾ അവൻ ചെന്ന് വണ്ടിയിൽ മുട്ടിയതാണ്. അപ്പോൾ അവർ പോലീസുകാർ പറയുന്നുണ്ട് ഇവൻ ഇങ്ങനെ പറ്റിയതാണ്, അല്ലാതെ വേറെ ഒരു ആക്സിഡൻ്റ് ഒന്നും പറ്റിയതല്ല, അങ്ങനെയല്ല, ഇവൻ്റെ അശ്രദ്ധ കൊണ്ട് ഇവൻ എങ്ങനെ ഓടിയപ്പം പറ്റിയതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ ആകുമ്പോൾ ഇവർക്കപ്പോൾ സച്ചിനെയാണ് ഡീറ്റെയിൽ ഒക്കെ കിട്ടുക. അപ്പോൾ അവർ സച്ചിയുടെ ഫോൺ നമ്പറൊക്കെ എടുത്തിട്ട് സച്ചിനെ വിളിക്കുക. സച്ചിനെ വിളിക്കുന്നില്ല, അവർ നേരെ വീട്ടിലേക്ക് വരും. ഇവരിങ്ങനെ ചെറുക്കനും പെണ്ണും ഒക്കെ വീട്ടിൽ കയറിയിരിക്കുമ്പോഴാണ് പോലീസ് വണ്ടി വരുന്നത്. അപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് പേടിക്കുന്നത് എന്താണെന്നറിയും. അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയും, കണ്ടില്ലേ രേവതി ഇന്ന് രേവതിയൊക്കെ കൂടെ നിന്ന് കല്യാണം നടത്താൻ നോക്കിയത് കൊണ്ടാണ് ഇപ്പോൾ അതേ പോലീസ് വരുന്നത്. അപ്പം വന്നേച്ച് ചോദിക്കും ആരാ സച്ചിന്ന് ചോദിക്കും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ആളെ അറിയുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും ആൾക്ക് അറിയാം, ഇങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു, അങ്ങനെ ഞാൻ അവൻ്റെ 2-3 തല്ലി എന്നൊക്കെ പറയും. അപ്പം രവീന്ദ്രൻ ചോദിക്കും മോനെ നീ ഇവനെയാണോ തല്ലി? അതേന്ന് പറയും. അപ്പോൾ പറയും അവനിങ്ങനെ ഓടിയപ്പോഴാണ്. അപ്പോൾ പോലീസ് പറയും എന്നാൽ അതിൻ്റെ ഇടയ്ക്കാണ് ഇത് കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോയപ്പോൾ അവൻ്റെ ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൻ ഏതൊരു പെണ്ണിനെ വിളിച്ചു, ആ പെണ്ണിൻ്റെ ഫോൺ നമ്പറൊക്കെ കിട്ടിയെന്ന് പറയും. അങ്ങനെ അവർ വിളിക്കുമ്പോൾ കിട്ടുന്നത് ശ്രുതിയുടെ നമ്പറാണല്ലോ അതിൽ കിടക്കുന്നത്. ശ്രുതിയുടെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ. അയ്യോ, അപ്പോൾ ശ്രുതിക്ക് ആകെ ടെൻഷനായി. ഇനി എന്ത് പറയും? പോലീസുകാരെ വന്ന് ചോദിച്ചാൽ നിനക്കറിയോ, ഇങ്ങനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ചന്ദ്രമതി ചോദിക്കും മോളെ നിനക്ക് അവനെ അറിയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അത് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും അവളുടെ കൂട്ടുകാരി മീര റെഡി, നിനക്ക് കഴിഞ്ഞ ദിവസം പാർലറിൽ ഒരു വർക്കിന് വേണ്ടി വിളിച്ചില്ലേ, ആ ആളായിരിക്കും, ആളുടെ ഭാര്യേനെയും കൊണ്ടൊന്നും ഒരു ദിവസം വന്നില്ലേ, അങ്ങനെ വന്നില്ലേ നമ്മുടെ പാർലറിൽ, അങ്ങനെ വന്നതാ, അതാണ് അതിന് വേണ്ടി എങ്ങാണ്ട് വിളിച്ചതാ, ആ നമ്പറാണ് അതല്ലേ നിങ്ങൾക്ക് ചോദിക്കും. അപ്പോഴത്തേക്കും ശ്രുതി പറയും ശരിയാ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ കിട്ടിയ അതേന്ന് പറയുന്നത്. ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായി നിൽക്കുക. ദൈവമേ ഇന്നെല്ലാം പൊളിഞ്ഞു, എല്ലാം ഇനിയിപ്പോൾ അവൻ തന്നെ വന്ന് പറയും, ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ അവിടുത്തെ കഴിഞ്ഞ് പോലീസുകാർ അവരുടെ അടുത്ത് പറഞ്ഞു ഇത്രയേ ഉള്ളൂ പ്രശ്നം, ഇതൊക്കെ ഉള്ളൂ പ്രശ്നം, അപ്പം ഇതാണ്, അല്ലാതെ വേറെ കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയി. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, അപ്പോൾ ഇതിൻ്റെ കേസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇനി ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കും കേട്ടോ, ബുദ്ധിമുട്ടിച്ച് ക്ഷമിച്ചണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നിന്ന് അങ്ങ് പോവുകയാണ്. അത് കഴിഞ്ഞ ശേഷം എല്ലാവരും എല്ലാവരുടേതായ ഓരോ പണികളിലേക്കൊക്കെ പോകുന്നു. അങ്ങനെ സച്ചി വണ്ടി ഓടിക്കാൻ പോകുന്നു. രേവതിക്കാണ് നല്ല പണിയാണ് കിട്ടുന്നത്. വീട്ടിലാണ് നിറച്ച് പണികളൊക്കെ ആയി. എല്ലാം ഇവർക്ക് വേണ്ടിയുള്ള അവരുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും അതൊക്കെ വേണ്ടിയിട്ട് എല്ലാം ചെയ്യണം. അതൊക്കെ രേവതിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ശ്രുതിയാണ് വലിയ രീതിയിലാണ് ഫസ്റ്റ് നൈറ്റൊക്കെ ആഘോഷിക്കാനായിട്ടിരിക്കുന്നത്. വലിയ വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഒരു രീതിയിലേക്കൊക്കെയാണ് ശ്രുതി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ശ്രുതിയുടെ ഇതൊക്കെയാണ് കാണിക്കുന്നത്. ശ്രുതിയുടെയും അങ്ങനെ അവരുടേത് എന്തൊക്കെ രീതിയിലാണ് അവർക്ക് നടത്താനാണ് ആഗ്രഹം, അങ്ങനെയൊക്കെയുള്ളൊരു ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവരുടെ അച്ഛമ്മയും രവീന്ദ്രനും പറയുന്നുണ്ട് രേവതിയുടെ സച്ചിയുടെയും ശാന്തി മുഹൂർത്തം കൂടെ അതും കൂടെ നമുക്ക് നടത്തണം എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു അത് കുഴപ്പമില്ല, അത് നമുക്കിനിയിപ്പം നടത്തില്ല, എങ്ങനെയാണെങ്കിലും ശാന്തി മുഹൂർത്തമായിട്ടൊന്നും വേണ്ട, ഇനി ഒന്നും പരിപാടി നടത്തണ്ട എന്നൊക്കെ അവർ പറഞ്ഞാലും എന്താണേലും രവീന്ദ്രനും അവരുടെ അച്ഛമ്മയും കൂടെ അവരുടെ ശാന്തി മുഹൂർത്തം നടത്താൻ അവരുടേതായ രീതിയിലൊക്കെ നടത്താൻ വേണ്ടിയുള്ള ചടങ്ങുകളും ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ അതും കൂടാതെ ശ്രുതിയുടെ ശാന്തി മുഹൂർത്തമൊക്കെ നടത്താൻ വേണ്ടിയുള്ള പ്ലാനിങ്ങുകളും അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് ഈ വരുന്ന ആഴ്ചത്തെ എപ്പിസോഡുകളിൽ പോകുന്നത്. ശ്രുതിയുടെ അമ്മ രേവതിനെ വിളിച്ച് അവിടുത്തെ കല്യാണ വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നൊക്കെയുണ്ട്. അപ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട്. എന്താ പോലും ഇങ്ങനെ അറിയില്ലാത്തൊരു ആൾക്ക് വേണ്ടി ഇങ്ങനെ അന്വേഷിക്കണേ എന്നൊക്കെ അതിന്. അപ്പോൾ അത് രേവതി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ടല്ല ആരും ഇല്ലാത്തൊരു മോളാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടുത്തെ വിശേഷമൊക്കെ ഇങ്ങനെ രേവതിയോട് വിളിച്ചിട്ട് ശ്രുതിയുടെ അമ്മ ഓരോന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതേസമയം ശ്രുതിയുടെ കൂട്ടുകാരി
വിളിച്ച് പറയുന്നുണ്ട് നവീൻ കോമ സ്റ്റേജിലാണെന്നും അവനിനിയിപ്പം പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് നീ ഇപ്പം ടെൻഷൻ ഒന്നും വേണ്ട, അതൊക്കെ ബാക്കി വരുന്ന കാര്യമൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാമെന്ന് പറയുന്നുണ്ട്. അടുത്ത ആഴ്ചയിലൊരു പ്രമോ എപ്പിസോഡാട്ടോ ഇത്. അപ്പോൾ ഡീറ്റെയിൽ കഥയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ.